രാജ്യസഭാ സീറ്റ് പോലെ തന്നെ ചർച്ചയാണ് ലീഗിനുള്ളിൽ സമസ്തയുമായിട്ടുള്ള തർക്കം. ഏറെക്കാലം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്താണെങ്കിൽ കൂടി തീരാത്തൊരു ചർച്ചയായിട്ട് മാറുകയാണ്. ഈ സമസ്ത ഒരു ആത്മീയ സംഘടനയാണ്. ആ ആത്മീയ സംഘടനയെ ആത്മീയതയുടെ വഴിയിൽ വിടാതെ എന്തിനാണെങ്കിൽ ലീഗ് പിന്നാലെ പോകുന്നത് എന്നുള്ളതാണ്. ഈ സമസ്ത എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ടൊരു ആത്മീയ സംഘടന തന്നെയാണ്. ഇതിനെ ആരങ്ങോട്ട് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ലീഗ് അങ്ങോട്ട് കയറുന്നു എന്ന് ആരാ പറയണത്? ഇതൊക്കെ പുറത്ത് കിടക്കുന്ന ചർച്ചയാണ് അടിസ്ഥാനപരമായിട്ട്. ഇതിനിടയിൽ താല്പര്യക്കാരെവിടെ ഉണ്ടാവാം, ചില ആളുകൾ, ചില ദുഷിപ്പുകൾ. പിന്നെ ഇതിനകത്തൊരു സത്യം പറഞ്ഞാൽ ഈ സമസ്തയും ലീഗും തമ്മിൽ ശരിക്ക് പറയാവുന്നൊരു പ്രയോഗം സയാമീസ് ഇരട്ടകൾ എന്നാണ് യഥാർത്ഥത്തിൽ. കാരണം രണ്ട് തലച്ചോറാണ്, രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഒരു ഭാഗത്ത് ആത്മീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളും മറ്റു കാര്യങ്ങളും, അവരുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, പരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പുറത്ത് ലീഗ് പിന്നെ പൊളിറ്റിക്കലി പോകുന്നൊരു സാമുദായിക സംഘടനയാണ്. എന്നാൽ ആ മുറിച്ചു മാറ്റാനാവാത്ത വിധം അവരുടെ ഹൃദയവും ശരീരമൊക്കെ ഒന്നുമാണ്. സത്യം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മഹല്ലത്തിൻ്റെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്. സമസ്തയുടെ മഹല്ലാണ്. എൻ്റെ അനുജൻ ആ മഹല്ലത്തിൻ്റെ ഭാരവാഹിയാണ്. എൻ്റെ ഫാദർ ആ മഹല്ലത്തിൻ്റെ ഭാരവാഹി ആയിരുന്നു. ഞങ്ങളൊക്കെ അങ്ങനെയാണ്, അവിടെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള കാര്യങ്ങളിൽ ഞങ്ങളൊന്നും കക്ഷിയല്ല. പക്ഷേ ഞാൻ ലീഗുമാണ്. മനസ്സിലാകുന്നില്ലേ? ഇതാണ് ഈ ഒരു 90% ആളുകളും ഇതിൽ നിൽക്കുന്ന ആളുകൾ. അതിനിടയിൽ എങ്ങനെ ഇതിനെ വേർപെടുത്താനാവും എന്ന ഒരു പരീക്ഷണം നടത്തുന്ന ആളുകൾ, പ്രത്യേകിച്ച് CPM-ലേക്ക് എത്തിയിട്ടുമില്ല, എന്നാൽ ലീഗിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വഴിയിൽ നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. പിന്നെ കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ ഇവർക്ക് കുറച്ച് പിന്നെ എന്താ പറയുക, അവരുടെ കുറേ നിരന്തരമായ പരിശ്രമങ്ങളുണ്ട്. ആ പരിശ്രമങ്ങൾ ഇങ്ങനെ നാരായണത്തു ഭ്രാന്തൻ്റെ മാതിരി ഉരുട്ടിക്കൊണ്ടുവരും. പിന്നെ അത് താഴോട്ടന്നെ ഇടും, പിന്നെ അവർ ഉരുട്ടും എന്നല്ലാതെ. ഇപ്പോൾ ഈ കാണുന്ന വിവാദങ്ങൾ നിങ്ങൾ ഓർത്തോ? ഏകദേശം ഇപ്പം തന്നെ ഒരൊറ്റ ചടങ്ങോടുകൂടി അതൊന്നും മഞ്ഞുരുകി, അതങ്ങ് തീരും. കാരണം അതിൻ്റെയൊക്കെ നേതാക്കന്മാർക്ക് ഇത് വളരെ നന്നായിട്ട് അറിയാം എവിടം വരെ പോകണം. പക്ഷേ ഈ പിണറായി വിജയൻ അധികാരത്തിലേറി ഇപ്പോൾ തുടർഭരണം കിട്ടിയ ശേഷവും ഒക്കെയാണ് സമസ്തയ്ക്ക് സർക്കാരുമായിട്ടോ സമസ്തയ്ക്ക് അധികാരത്തിൽ എന്തെങ്കിലും ഇടപെടണമെങ്കിലോ നേരിട്ട് സർക്കാരുമായി സംസാരിക്കാനൊരു ഇടപെടാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. പണ്ട് കാലത്ത് ലീഗ് വഴിയായിരുന്നു രാഷ്ട്രീയ കാര്യങ്ങളും അധികാര കാര്യങ്ങളും ഒക്കെ ലീഗ് വഴി നടപ്പാക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ നേരിട്ടായി. അതിലൊരു കുശുമ്പ് ലീഗിനുണ്ടോ എന്നുള്ളതാണ്. അതിൽ കുശുമ്പല്ലല്ലോ. ലീഗ് ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് വേറെ മറ്റാരെന്തിനാണ് എന്ന ചോദ്യമല്ല അതിൽ പ്രസക്തം. മുസ്ലിം ലീഗ് അധികാരത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ അവർക്ക് എന്തിനു മുസ്ലിം ലീഗ്, അല്ല വേറെ പാർട്ടി? ഇപ്പം മുസ്ലിം ലീഗ് അധികാരത്തിലില്ല, അപ്പോൾ പിന്നെ പിണറായി വിജയനോട് ഇടപെടുന്നതല്ലേ? അത് ലീഗിൻ്റെ പ്രസക്തിയല്ലേ കാണിക്കുന്നത്? ലീഗ് ഉണ്ടെങ്കിൽ അവിടുന്ന് വെറുതെ വിളിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം സമസ്തയുടെ മനസ്സ് ലീഗിനറിയാം, ലീഗ് നേതാക്കന്മാർക്കറിയാം. ഒരു ഫോൺ കോൾ വേണ്ട, ഒരു നോട്ടം കൊണ്ട് മനസ്സിലാവും. അപ്പോൾ പിന്നെ എന്തിനാണ് വേറൊരു കോള്? അത്രയുള്ള കാര്യം. ഇപ്പോൾ പല വിഷയത്തിലും സമസ്ത നേരിട്ട് ഇറങ്ങുകയാണ്. ഏകീകൃത സിവിൽ കോഡിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഇവിടുത്തെ ജെൻഡർ ന്യൂട്രാലിറ്റി യൂണിഫോമിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ സമസ്തയാണ് സർക്കാരുമായി സംസാരിക്കുന്നത്. ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡിന് അത് കേന്ദ്ര സർക്കാരാണ്. ഇവിടെ സംസ്ഥാന സർക്കാരുമായി സംസാരിക്കേണ്ട പല വിഷയങ്ങളിലും സമസ്ത നേരിട്ട് സംസാരിക്കാനുള്ള ഡയലോഗ് ഒരു സ്പേസ് ഉണ്ടാകുന്നുണ്ട്. ആ സ്പേസ് ശരിക്കും ലീഗിൻ്റെ സ്പേസ് ആയിരുന്നു. അത് നഷ്ടപ്പെടുന്നതിനുള്ളൊരു ബേജാറും കൂടെ ഉണ്ടാവില്ലേ? ഇല്ലല്ലോ. മുസ്ലിം ലീഗിൻ്റെ സ്പേസ് ഒന്നും അതുകൊണ്ട് എങ്ങനെ പോവുക? സമസ്ത അവർ സംസാരിക്കുന്നത് അവർക്ക് ബോധ്യമായ കാര്യങ്ങളല്ലേ? ആ കാര്യങ്ങൾ അവർക്ക് സംസാരിക്കാമല്ലോ. അവർ സംസാരിക്കുന്നത് കൊണ്ട് മുസ്ലിം ലീഗിൻ്റെ ആ വിഷയത്തിലുള്ള വാദഗതികൾക്ക് ബലമല്ലേ ഉണ്ടാവുള്ളൂ. കാരണം ആ സംഘടനയും ആവശ്യപ്പെട്ടു, ഈ സംഘടനയും പറയുന്നുണ്ട്. ആ കാര്യം ഞങ്ങളോട് റിപ്പീറ്റ് ചെയ്യണമെന്നല്ല ലീഗ് പറയേണ്ട ആവശ്യം അല്ല. ആ സംഘടന ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നടത്തിക്കൊടുക്കാതെ ഞങ്ങളുണ്ട് എന്ന് CPM-ന് പറയാലോ. അത് പറയാം. അത് CPM-ന് തന്ത്രം വേണ്ട വിധത്തിൽ ഉപയോഗിക്കാം. അത് CPM-ന് മിടുക്കാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, മുസ്ലിം ലീഗിൽ നിന്ന് സമസ്തയെ അടർത്തി മാറ്റാനോ സമസ്തയിൽ നിന്ന് മുസ്ലിം ലീഗിനെ വേറിട്ട് നിർത്താനോ ആളുകൾക്ക് ശ്രമിക്കാം. കാരണം എന്തെന്ന് ചോദിച്ചാൽ അതൊരു അസൂയാർഹമായ ബന്ധമാണ്. ആ ബന്ധത്തിന് വിള്ളലുണ്ടാക്കാൻ ഈ ഇടനിലക്കാർ ആഗ്രഹിക്കുന്നു എന്നൊരു തെറ്റൊന്നുമല്ല. അത് അവരുടെ ഒരു രാഷ്ട്രീയ തന്ത്രമാണ്. പക്ഷേ ഇക്കാലത്ത് സമസ്തയുടെ നേതാക്കന്മാർ തന്നെയാണ് പറയുന്നത് ഫാസിസത്തോട് BJP-യോട് സന്ധിയില്ലാതെ സമരം ചെയ്യുന്ന CPM ആണ്. അപ്പോൾ അവരുടെ രാഷ്ട്രീയ നിലപാടിനൊപ്പം നിൽക്കണമെന്ന് സമസ്തയിലെ തന്നെ മുഷാവറ അംഗത്തെ പോലുള്ള ഉമർ ഫൈസി മുക്കത്തെ പോലുള്ള ആൾക്കാരാണ് പറയുന്നത്. അത് അദ്ദേഹത്തിന് മാത്രം അഭിപ്രായമായിരിക്കും. ഇനി ആ പറയുന്ന സമസ്ത, അതുകൊണ്ട് സമസ്ത പറഞ്ഞു എന്ന് പറയണമെങ്കിൽ ഞങ്ങളൊക്കെ സമസ്തയാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കുടുംബം നിങ്ങൾക്ക് പോയാൽ ഉഗാണ്ടയിലൊന്നും അല്ലല്ലോ, കണിയാൻ പറ്റില്ലാണ്. എൻ്റെ ആ മഹല്ലത്തുമായിട്ട് എങ്ങനെയാണ് എൻ്റെ കുടുംബം നിൽക്കുന്നത്, അല്ല ഈ ഓരോ ലീഗുകാരൻ്റെ കുടുംബം നിൽക്കുന്നത്. അപ്പം ഈ സമസ്ത പറഞ്ഞു ഞങ്ങളൊക്കെ പറഞ്ഞു എന്നാണ് ഞങ്ങൾ പറയണത്. അതിനകത്തുള്ള ഒരാൾ പറഞ്ഞു, അയാൾക്ക് പറയാൻ അവകാശമുണ്ട്. കാരണം അതൊരു വേറെ സംഘടനയാണ്. അത് വേറെ സംഘടനയാണ്. അല്ലെങ്കിൽ ഒന്നും പറയേ അല്ല, അഭിപ്രായം ഒറ്റ അഭിപ്രായമല്ല, അതൊരു ബലമുള്ള അഭിപ്രായമാണ്. സംസ്ഥാന മുഖപത്രത്തിലൊക്കെ CPM-ൻ്റെ പരസ്യം വരുന്നു, അതിനെ ലീഗ് എതിർത്തിട്ട് കൂടി വീണ്ടും പരസ്യം വരുന്നു. അപ്പോൾ ഉമർ ഫൈസി മുക്കം എന്ന് പറയുന്നൊരു വ്യക്തിയല്ല, സംഘടനയ്ക്കുള്ളിൽ ബലമുള്ള ഒരു അഭിപ്രായം തന്നെയാണത്.
ആയിക്കോട്ടെ എന്ന് ഞാൻ പറയണത് ആരും ശ്രമിക്കുന്നില്ല എന്നല്ലല്ലോ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞത്. ശ്രമിക്കുന്നവരുണ്ടാവാം, പക്ഷേ അത് ജയിക്കാൻ പോണില്ല. കാരണം ഞാൻ അതിന് പറഞ്ഞൊരു പ്രയോഗമാണത്. ഇതിനെ വേർതിരിക്കണമെന്ന് ആഗ്രഹിച്ചാൽ നിലവിലുള്ള ലോകത്തെ സയൻസ് പരാജയപ്പെട്ടു. അവസാനത്തെ സയാമീസ് ഇരട്ടയും മരിച്ചു ഓപ്പറേഷനിൽ, ഇല്ലേ? ഞങ്ങൾ കൃത്യമായി ഞാൻ ആലോചിച്ചു പറഞ്ഞ ഒരു പ്രയോഗമാണ് സയാമീസ് ഇരട്ട എന്ന് വെച്ചാൽ 2 തലച്ചോറാണ്, 2 ഇൻസ്റ്റിറ്റ്യൂഷനാണ്, പക്ഷേ ശരീരം മുഴുവൻ ഒന്നാണ്. ഞങ്ങൾ മഹല്ലത്തിൽ സമസ്തയുടെ കീഴിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഞങ്ങൾ പൊതുമണ്ഡലത്തിൽ രാഷ്ട്രീയത്തിൽ അങ്ങനെ 2 തലച്ചോറും ഒരു ശരീരവുമായി പ്രവർത്തിച്ചിരുന്നൊരു സംഘടന ഒരു തലച്ചോറിനകത്തേക്ക് മറ്റാശയങ്ങൾ കടന്നു വരികയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ ആശയങ്ങൾ ഒരു തലച്ചോറിൽ വരുമ്പോൾ മറ്റേ തലച്ചോറിന് സ്വാഭാവികമായിട്ട് അത് ഉൾക്കൊള്ളാൻ പറ്റില്ലല്ലോ. അങ്ങനെ വരില്ലല്ലോ, അങ്ങനെ വന്നിട്ടില്ലല്ലോ. ഈ സമസ്തയെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാര്യവും ലീഗിൻ്റെ അകത്ത് വരില്ല. കാരണം ലീഗ് സ്വതന്ത്രമായിട്ടുള്ള, ഞാൻ അതാണ് നിങ്ങളുടെ തലച്ചോറ് എന്ന് പറഞ്ഞത്, സ്വതന്ത്രമായ ആലോചനാ കേന്ദ്രം തന്നെയാണ് ലീഗ്. ലീഗിൻ്റെ ഐഡിയോളജിയോ ലീഗിൻ്റെ പരിപാടികളോ സമസ്തക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല. മുസ്ലിം ലീഗിൻ്റെ ഐഡിയോളജികളോ പരിപാടികളോ മുജാഹിദിന് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല. ഒരൊറ്റ കാര്യം നിങ്ങൾ ആലോചിച്ചോളൂ, ഇന്ന് വരെ നിങ്ങൾ മുജാഹിദിൻ്റെ പരിപാടികളിൽ പരസ്യമായിട്ട് അവർ പ്രാർത്ഥിച്ച് ആമീൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ മുസ്ലിം ലീഗിൻ്റെ വേദികളിൽ സകല മുജാഹിദിൻ്റെ മുജാഹിദുകാരനായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി ഇരിക്കുമ്പോഴും ഈ കർമ്മം നടക്കുന്നുണ്ടല്ലോ ലീഗിനകത്ത്. അപ്പോൾ അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗിനകത്ത് മുജാഹിദുകൾക്ക് ഉൾക്കൊള്ളാവുന്നത് മുസ്ലിം ലീഗിനകത്തുണ്ട്, സുന്നികൾക്ക് ഉൾക്കൊള്ളാവുന്ന മുസ്ലിം ലീഗിനകത്തുണ്ട്, 2 പേർക്കും ഉൾക്കൊള്ളാനാവാത്തത് മുസ്ലിം ലീഗിനകത്തുണ്ട്. മനസ്സിലായില്ലേ? പക്ഷേ സമസ്തക്കകത്തോ എല്ലാ സുന്നികൾക്കും ഉൾക്കൊള്ളാവുന്ന കാര്യങ്ങൾ സമസ്തക്കകത്തുണ്ട്. മുജാഹിദിനകത്തോ എല്ലാ മുജാഹിദുകൾക്കും ഉൾക്കൊള്ളാവുന്ന കാര്യങ്ങളും മുജാഹിദിനകത്തുണ്ട്. മുസ്ലിം ലീഗിനകത്തോ എല്ലാ മുജാഹിദുകൾക്കും എല്ലാ സുന്നികൾക്കും ഒക്കെ വരാനുള്ള സ്പേസും മുസ്ലിം ലീഗിനകത്തുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് രണ്ടാണെന്ന്. പക്ഷെ സമസ്ത പറഞ്ഞ മുജാഹിദ് വേദികളിലേക്ക് ലീഗ് നേതാക്കന്മാർ പോവില്ല, അങ്ങനൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കഴിഞ്ഞ ദിവസം KM മൗലവിയെ കുറിച്ച് ഒരു പുസ്തക പ്രകാശനം കോഴിക്കോടുണ്ടായിരുന്നു. അതിനകത്ത് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് അതിൻ്റെ പ്രകാശനം നിർവഹിക്കേണ്ടിയിരുന്നത്, ഏറ്റുവാങ്ങേണ്ടത് കുഞ്ഞാലിക്കുട്ടിയായിരുന്നു. അത് 2 പേരെയും കണ്ടില്ല. ഞാൻ ഇതൊക്കെ ഒരു വാർത്തയാക്കാൻ പറ്റുന്ന സ്കോപ്പാണ്, ചില സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത് വാർത്തയാക്കാം. സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഒരു വലിയ പ്രോഗ്രാം, അതും തെലങ്കാനയുടെ മുഖ്യമന്ത്രി, ഒരു അത്ര പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരാൾ വരുന്നൊരു ചടങ്ങാണ്. ആ ചടങ്ങ് നടക്കുന്നത് 3 മണിക്കാണ്, ഇത് നടക്കുന്നത് രാവിലെയാണ്. ഒരു തരത്തിലും മൈൻഡ് അപ്ലൈ ചെയ്തിട്ട് അവിടെ വന്നിരിക്കാൻ ഈ 2 നേതാക്കന്മാർക്കും പറ്റില്ല. 2 നേതാക്കന്മാർക്കും അവിടെ പങ്കെടുത്തവർ എല്ലാ സദസ്സിലും സ്റ്റേജിലും ഒക്കെ ഉണ്ടായിരുന്നത് സുന്നികളും മുജാഹിദുകളും ഒക്കെ ഉണ്ടായിരുന്നു ആ പരിപാടിയിൽ. ആ പരിപാടിക്ക് വരാതിരുന്നത് പങ്കെടുക്കരുത് എന്ന് പറയും സമസ്ത എന്ന് പോലും ഞാൻ വിചാരിക്കണില്ല. സമസ്ത പോലും പറയില്ല. കാരണം എന്താ അറിയോ, അതൊരു മുജാഹിദ് പരിപാടിയല്ല, അത് STUവിൻ്റെ അഹമ്മദ് കുട്ടി ഉണ്ണിക്കുളം എഴുതിയൊരു പുസ്തകമാണ്, അദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ്. അങ്ങനെ ആ പുസ്തകം വായിക്കാൻ പാടില്ല എന്നും അത് പ്രകാശനം ചെയ്യാൻ പാടില്ല എന്നൊക്കെ സമസ്ത പറയും നിങ്ങൾ വിചാരിക്കുന്നു കേട്ടോ. അതൊക്കെ ഒരു മീഡിയ സൃഷ്ടിയല്ലേ, ഞാൻ അങ്ങനെ തന്നെ കരുതുന്നുള്ളൂ. പക്ഷേ സ്കോപ്പുള്ളൊരു സൃഷ്ടിയാണ്. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിനും സമസ്ത വാർത്തയ്ക്ക് നല്ല വകുപ്പുള്ള സ്കോപ്പാണ്, സാധനമാണ്. പക്ഷേ അതൊന്നും അങ്ങനെ സമസ്ത ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ഞങ്ങൾ പങ്കെടുക്കാൻ വരുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വായുവിൽ ഇങ്ങനെ നിൽക്കുന്ന സാധനമാണ്.